ഹായ് നമസ്കാരം. ഞാൻ ഇന്നുള്ളത് പത്തനംതിട്ടയിലാണ് കേട്ടോ. പത്തനംതിട്ടയിൽ ഓമല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മുടെ മലയാളത്തിൻ്റെ മഹാനടനായിരുന്ന ക്യാപ്റ്റൻ രാജു സാറിൻ്റെ നാട്ടിലാണ്. ഇപ്പോൾ അദ്ദേഹത്തെ അടക്കം ചെയ്തിരിക്കുന്ന പള്ളിയിലാണ് നമ്മളുള്ളത്. സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ച് പുത്തൻപീടി എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഗൈസ്, ആ സെമിത്തേരിയുടെ ഫ്രണ്ട് വശത്ത് തന്നെയാണ് അദ്ദേഹത്തെ അടക്കിയിരിക്കുന്നത്. ഇവിടെയാണ് ഒരുപാട് മലയാള സിനിമകളെ അനശ്വരമാക്കിയ വലിയൊരു നടനായിരുന്നു കേട്ടോ. ഇവിടെയാണ് അദ്ദേഹം ഉറങ്ങുന്നത്. അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയോട് ചേർന്ന് തന്നെയാണ് കേട്ടോ അദ്ദേഹം ഉറങ്ങുന്നത്. ഇടതുവശത്ത് അച്ഛനും വലതുവശത്ത് അമ്മയുമാണ്. ഇവിടെയാണ് ക്യാപ്റ്റൻ രാജു സാർ അന്ത്യവിശ്രമം കൊള്ളുന്നത്. അദ്ദേഹത്തിന് മലയാളികൾക്ക് മറക്കാനാകാത്ത അദ്ദേഹത്തിൻ്റെ ഒരു കഥാപാത്രമായിരുന്നു നാടോടിക്കാറ്റ് എന്ന ചിത്രത്തിലെ പവനായി എന്ന് പറയുന്ന ഒരു കഥാപാത്രം. കൂടാതെ ഒരുപാട് സിനിമകളിൽ അദ്ദേഹം വേഷം ചെയ്തിട്ടുണ്ട്. വില്ലനായിട്ടായിരുന്നു അദ്ദേഹമൊക്കെ സിനിമയിലേക്ക് കടന്നു വന്നത്. ഏകദേശം 600ഓളം ചിത്രങ്ങളിൽ അദ്ദേഹം ഇതുവരെ അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ. ക്യാപ്റ്റൻ രാജു സാറിൻ്റെ യഥാർത്ഥ പേര് രാജു ഡാനിയൽ എന്നായിരുന്നു. 2018 സെപ്റ്റംബർ 17 അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞത്. പേരെന്താണ്? എൻ്റെ പേര് തോമസ് ജോർജ്. തോമസ് ജോർജ്. നമ്മുടെ ക്യാപ്റ്റൻ രാജു സാറിനെ കുറിച്ച് അറിയാമോ? കണ്ടിട്ടുണ്ടോ? എങ്ങനെയുണ്ട് സ്വഭാവം? ക്യാപ്റ്റൻ സാറിനെ കുറിച്ച് നേരിട്ടറിയാം. ഞങ്ങളുടെ പള്ളിക്കാരനാണ്. വല്ലപ്പോഴുമൊക്കെ പള്ളി വരും. വരുന്ന എല്ലാവർക്കും നല്ലൊരു പ്രസംഗമൊക്കെ ചെയ്യും. ഒരു സങ്കീർത്തനം വായിച്ച് അതിൻ്റെ അകത്തിലെ കാര്യങ്ങളെല്ലാം പറയും. നല്ലൊരു ദൈവവിശ്വാസിയായിരുന്നു. അല്ല, ഇവിടെ വരുന്നുണ്ടെങ്കിൽ നല്ലതാണ്. പിന്നെ കുറേ നാൾ കഴിഞ്ഞ് പിന്നെ വല്ലപ്പോഴും വർഷത്തിലൊരു പ്രാവശ്യം വരും. എല്ലാ ദുഃഖ വെള്ളിയാഴ്ച ഇവിടെ വരും. വന്ന് ഞങ്ങളിവിടെ വെക്കുന്ന കഞ്ഞിയിലും പങ്കുചേർന്ന് കഞ്ഞിയും കുടിച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെ എല്ലാം സന്തോഷമായിട്ടാണ് ഇവിടുന്ന് പോകുന്നത്. പിന്നെ എല്ലാവരോടും ഭയങ്കര സ്നേഹം. വരുമ്പോൾ ചിലപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും മുട്ടായി കൊണ്ട് തരും. അങ്ങനെ നല്ല സ്നേഹമാണ്. കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിലാണ്. അദ്ദേഹത്തിൻ്റെ വിയോഗം എല്ലാവർക്കും ഒരു ഭയങ്കര പ്രയാസമായിരുന്നു. ഞങ്ങളുടെ ഈ പള്ളി കൊള്ളാത്ത ആളായിപ്പോയി, അതുപോലെ ആളായിപ്പോയി. നിയന്ത്രിക്കാൻ പറ്റില്ല ഇവിടുത്തെ ആൾക്കാർ. അപ്പോൾ കൈസ്, ഇനി അദ്ദേഹം ജനിച്ചു വളർന്ന വീടുണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാം. ഇപ്പോഴത്തെ അവസ്ഥ നമുക്കൊന്ന് കണ്ടു നോക്കാം ആ വീടിൻ്റെ. അപ്പോൾ കൈസ്, ഇതാണ് ക്യാപ്റ്റൻ രാജു സാറ് ജനിച്ചു വളർന്ന വീട് കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ട് വശം ഹോട്ടലാണ്. കടയൊക്കെ പണിഞ്ഞിരിക്കുകയാണ്. ഇതാണ് ക്യാപ്റ്റൻ രാജു സാറ് ജനിച്ചു വളർന്ന ആ വീട്. ഇത് അവർ വിറ്റിട്ടൊക്കെ പോയിരിക്കുകയാണ്. ഇതിപ്പോൾ താമസമൊന്നുമില്ല, ആരുമില്ല. ഇത് കണ്ടോ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടോ. ഇവിടെയാണ് ക്യാപ്റ്റൻ രാജു സാറ് ജനിച്ചു വളർന്നത്. ഇതിൻ്റെ ഫ്രണ്ടിലൊരു കട വന്നതുകൊണ്ട് ഈ വീട് ഫ്രണ്ടിൽ നോക്കി കാണാനൊക്കത്തില്ല കേട്ടോ. ഇപ്പോൾ താമസമൊന്നുമില്ല. ക്യാപ്റ്റൻ രാജു സാറൊക്കെ വിറ്റിട്ട് പോയതാണ്. അപ്പം നമ്മുടെ ക്യാപ്റ്റൻ രാജു സാറിൻ്റെ കൂടെ ഒന്നിച്ച് പഠിച്ച ക്ലാസ്മേറ്റ് നമ്മുടെ അടുത്തുണ്ട്. എബ്രഹാം ജോർജ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് കേട്ടോ. അപ്പൊ നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം. നമസ്കാരം അച്ഛാ. നമസ്കാരം. ക്യാപ്റ്റൻ രാജു സാറുമായിട്ട് എങ്ങനെയായിരുന്നു? ക്ലാസ്മേറ്റ് ആയിരുന്നു? ക്ലാസ്മേറ്റ് ആയിരുന്നു. ഒരുമിച്ച് പഠിച്ചല്ലേ? ഒരുമിച്ച് പഠിക്കുക. വീട്ടുകാരുമായിട്ട് അത്രയ്ക്ക് അടുത്ത ആൾക്കാരായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ സ്വഭാവമൊക്കെ? ആൾക്കാരോട് സഹകരണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അയ്യോ, നല്ല സഹകരണമായിരുന്നു. ആ വീട്ടുകാരെ പറ്റിയും അങ്ങനെ തന്നെയാ പറയാനൊക്കത്തുള്ളൂ. അമ്മ അന്നാമൻ സാറ് ടീച്ചറായിരുന്നു. അന്നാമൻ സാറെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയണ്ടേ, അത്രയ്ക്ക് നല്ല ടീച്ചറായിരുന്നു. ഡാനിയൽ സാറ് പിന്നെ ഫാദറ്. പിന്നെ ബാക്കി സഹോദരങ്ങളും സിസ്റ്റേഴ്സും എല്ലാം ഉണ്ട്. ഇതിപ്പോ ഇവിടെ വിറ്റിട്ട് പോയിട്ട് എത്ര നാളായി? വിട്ടേച്ച് പോയിട്ടൊരു 10-30 വർഷമായി. 30 വർഷമായല്ലേ? സിനിമയിൽ കയറുന്നതിന് മുമ്പ് ഇവിടെ കയറി കഴിഞ്ഞാൽ ഇവിടെ വിറ്റിട്ട് പോയത്? അത് കഴിഞ്ഞ പിന്നെ വിറ്റത്. സിനിമ കയറിയപ്പം ക്യാപ്റ്റൻ പട്ടാളത്തിലായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് സിനിമയിൽ കയറിയത്. അത് കഴിഞ്ഞാൽ സിനിമയിൽ കയറിയത്. സിനിമയിൽ കയറാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പട്ടാളത്തിൽ ഭയങ്കര ചെലവാണ്. എന്നോട് പറഞ്ഞതാ, ഒരു 10 പൈസ പോലും അച്ഛനും അമ്മയ്ക്കും കൊടുക്കാനൊക്കത്തില്ല. എല്ലാം അങ്ങ് ചെലവാണ്. അതുകൊണ്ട് അതങ്ങ് കളയുവാന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങ് പോന്നെ. അത് കഴിഞ്ഞ ബോംബെ വന്ന് ജോലി നോക്കിയത്. ബോംബെ നിന്നാണ്
ആ. ഈ ഫിലിമിൽ കയറുന്നത്. ഫിലിമിൽ കയറിയത്. ഉം. പിന്നെ രാജാന് മക്കളൊക്കെ ഇപ്പൊ എവിടാണ്? ഭാര്യയും മക്കളും ഒക്കെ എറണാകുളത്ത്. എറണാകുളത്തല്ലേ? ആ. ഒരു മോനേ ഉള്ളു അല്ലേ? ഒരു മോനെ ഉള്ളു, അവൻ അമേരിക്കയില. അമേരിക്കയിലാ. ഉം. ഈ മരിക്കുന്നതിന് മുമ്പ് എപ്പോഴാണ് ചേട്ടന് രാജാനെ കണ്ടത്? ഒരു മാസം ഒരിക്കലും ഇവിടെ വരും. ഒരു മാസം ഒരിക്കലും വരും. വരും വരും വരും. അപ്പൊ ഇവിടെ വീടൊന്നും ഇല്ലല്ലോ അല്ലേ? വീടൊന്നും ഇവിടെ ഇല്ല. ആൾക്കാരെ കാണാനായിട്ട് പള്ളി വരാനായിട്ട് വരും അല്ലേ? ഉപ്പാപ്പന്റെ പിന്നെ മോനുണ്ട്, ആ അതും രാജു എന്ന് തന്നെയാ. പുള്ളി മരിച്ചുപോയി. ആ അപ്പം പുള്ളിയുടെ വീട്ടിൽ വന്ന് താമസിക്കും. ആ ആ ഉം. ഏറ്റവും നല്ല നല്ല മനുഷ്യനെന്ന് പറഞ്ഞാൽ നല്ല മനുഷ്യനാണ്. ആ. സിനിമയിൽ അക്രമമൊക്കെ കാണിക്കുമെങ്കിലും അതൊന്നും അല്ല. വില്ലൻ വേഷങ്ങളിലാണ് കൂടുതലും ചെയ്തിട്ടുള്ളത്. ആ, അത് തന്നെ. ആ. അതാ അവർ കൊടുത്തിട്ടുള്ളത്. ആ. ഒടുവിലെ പെങ്ങന്മാർക്കൊക്കെ വിരോധമായി ആ. ഈ ഈ ഈ വില്ലൻ വേഷം ചെയ്ത്. ആഹാ. അങ്ങനെ അത് കളഞ്ഞു പിന്നെ സ്വഭാവ വേഷം ചെയ്യാം. പിന്നെ രാജു സാറിന്റെ, ക്യാപ്റ്റൻ രാജു സാറിന്റെ വീട് സിനിമയെ ഷൂട്ട് ചെയ്തിട്ടുണ്ടോ? ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഏത് സിനിമയിലാണ്? പായിക്കര പാപ്പാൻ പായ്ക്കര പാപ്പാനിലെ സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ടോ വീട്ടില്? ചെയ്തിട്ടുണ്ട്. 1.5 മാസം 2 മാസം അവരെല്ലാം കൂടെ വന്ന് താമസിച്ച. ആണല്ലേ? ഉം. വിൽക്കുന്നതിന് മുമ്പായിരുന്നു, വീട് വിൽക്കുന്നതിന് മുമ്പായിരുന്നു അല്ലേ? വീട് വിൽക്കുന്നതിന് മുമ്പായിരുന്നു. മുമ്പായിരുന്നു. ഉം. അതിന് മുമ്പ് കടയൊന്നും ഇല്ലായിരുന്നു ഫ്രണ്ടില്? ഫ്രണ്ട് കടയൊന്നും ഇല്ല. കടയൊന്നും ഇല്ലായിരുന്നു. പിന്നെ വിറ്റ് കഴിഞ്ഞപ്പോ അവര് കട വിറ്റ് കഴിഞ്ഞ പിന്നെ കടയൊക്കെ വന്നത്. ഒന്നല്ലേ? ഉം. അവസാനം രാജുവിന് ഭയങ്കര വിഷമായി പോയി. ആ. ഒരു 10 സെന്റ് സ്ഥലവേലും ഇവിടെ കിടക്കണമായിരുന്നു. ആ. അന്നത്തെ ചൂടിന് അതങ്ങ് വിറ്റു. ആ. ഉം. അപ്പോൾ ക്യാപ്റ്റൻ രാജു സാറിനെ നമ്മളൊന്നും കണ്ടിട്ടില്ല കേട്ടോ. എനിക്ക് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു, പക്ഷെ നടന്നില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഉറങ്ങുന്ന സ്ഥലത്ത് പോകാൻ കഴിഞ്ഞതും അദ്ദേഹം താമസിച്ച വീട്ടിൽ വരാൻ കഴിഞ്ഞതും ഒക്കെ വളരെ ഭാഗ്യമായിട്ട് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും അടുത്തൊരു നല്ല വീഡിയോമായി കാണാം. ഓക്കെ.